നിങ്ങൾ എന്നെ അറിയണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ നമ്മൾ പറയും നമുക്ക് പ്രയാസമാ, വേദനയാ ഉസ്താദ്, എന്നും ജീവിതത്തിൽ വലിയ പ്രയാസമാണ് എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ്. ഈ വിഷമവും സങ്കടവും എല്ലാം നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണ്, ഏത് വഴിയിലൂടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളോട് ഇവിടെ ജീവിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം നൽകും, ആ പരിശുദ്ധമായ സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ ഉള്ളറയിലെ അനുഭൂതികളെ കുറിച്ചും അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ദുആ ചെയ്യുന്ന സമയത്തും ഏത് സമയത്തും നമ്മുടെ നാക്കിനകത്ത് വരുന്നത്, പടച്ചവനെ, അല്ലാഹുവേ, ഉസ്താദേ, നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് നല്ല ഈമാനോട് കൂടെ മരിക്കണം, എനിക്ക് സ്വർഗം വേണമെന്ന് പടച്ചവനെ ഓരോ വാപ്പമാരും ഉമ്മമാരും അവിടുന്ന് പറയുകയാണ്. അങ്ങനെയാ എല്ലാവരും പറയുന്നത്. എന്നാ സ്വർഗം പടച്ച തമ്പുരാന് വെറുതെ നമ്മുടെ കയ്യിലേക്ക് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗം നിങ്ങൾക്ക് വെറുതെയാ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഭൂമിയിലേക്ക് നിങ്ങളെ വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മോനെ, നിങ്ങളെ വെറുതെയാണ് ഇവിടെ ഞാൻ സൃഷ്ടിച്ചത് എന്ന് എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ നന്മയിലേക്ക് മടക്കപ്പെടുന്നതല്ലേ, എന്നിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഇവിടെ തന്നെ ബാക്കിയാക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നിലേക്ക് നിങ്ങളെ മടക്കുമെന്നുള്ള വിചാരമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുമെന്ന് എന്തേ നിങ്ങൾ മറന്നുപോയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മോനെ, ഇവിടെ ജീവിതം വെറുതെ അടിച്ചു പൊളിക്കാനുള്ളതല്ല. ഇവിടെ ജീവിതം വെറുതെ അടിച്ചു പൊളിക്കാനുള്ളതല്ലോ. പടച്ചവനെ, റബ്ബിനെ മറന്നുകൊണ്ട് നടക്കാനുള്ളതല്ല. കഞ്ചാവടിച്ച് മദ്യമടിച്ച് പെണ്ണിനെ കൂടെ നടന്നിട്ട് ആണിന്റെ കൂടെ നടന്നിട്ട് ദുനിയാവ് മുഴുവനും പടച്ചവനെ സൗന്ദര്യത്തിന്റെ വസ്തുക്കളാക്കിയിട്ടോ ദുനിയാവ് തന്നെയാ സ്വർഗമെന്ന് പറയുന്നത് പോലെ ഇവിടെ നടക്കാനാണോ പടച്ച തമ്പുരാൻ ഇവിടെ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? അതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. പരിശുദ്ധ ദീൻ നമ്മോട് പറഞ്ഞത് എന്തെന്നറിയോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മോനെ, നിന്നെ ദുനിയാവിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുള്ളത്, ഈ ദുനിയാവിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടത് വെറുതെ അല്ലടാ. ജിന്ന് വർഗത്തെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണെന്ന് അതാ പടച്ച തമ്പുരാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെയാണോ പറയുന്നത്? മോനെ, ഏത് സമയത്തും മരിക്കാം. അതും വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ മരിക്കുമെന്ന്, നമ്മൾ മരിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനോട് ഓർമ്മപ്പെടുത്തുകയാണ്. തന്റെ ജീവിതത്തിൽ എന്നും അവിടുന്ന് കൊണ്ടു നടന്നിരുന്ന വാക്കായിരുന്നു, ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ ചെയ്തു കൂട്ടിയത്, നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്, നിങ്ങൾ കണ്ടുകൂട്ടിയത് എല്ലാത്തിനെയും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ആ സമയത്തിന്റെ മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ. നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ. അല്ല എങ്കിലോ നിങ്ങളുടെ തിന്മകൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ നിങ്ങളുടെ തിന്മകൾ നിങ്ങളെ വഞ്ചിക്കുകയാ. ഒരിക്കലും നിങ്ങൾക്ക് നന്മയിലേക്ക് എത്താൻ കഴിയില്ലെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മോനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരായിരുന്നു?
ഉമർ തങ്ങൾ ആരായിരുന്നു? പടച്ചവനെ, റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഊരിക്കിടക്കുന്ന, തന്റെ അറയിൽ കിടക്കുന്ന വാളൂരിയിട്ട് അതാ പടച്ചവനെ മക്കയിലൂടെ ഓടിയവരാ ഉമർ. കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി കടന്നു പോയതല്ലേ ഉമർ. ആ ഉമറാ പറയുന്നത്, പടച്ചവനെ പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലേക്ക് ഉമർ കടന്നു വന്നു എന്നറിഞ്ഞപ്പോ ഉമർ തങ്ങളുടെ അയൽവാസി പറയുകയാണ്, ആ ആലയിൽ കിടക്കുന്ന, ഖത്താബിന്റെ ആലയിൽ കിടക്കുന്ന പടച്ചവനെ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാ. ആ കിടക്കുന്ന ഉമറുണ്ടല്ലോ, ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുഹമ്മദ് നബി അനുസരിച്ചു എന്ന് പറഞ്ഞാ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഉമർ അത്രക്ക് മോശമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. ഉമർ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഉമർ തങ്ങൾ നടക്കുന്ന വഴികളിലൂടെ ധൈര്യത്തോടു കൂടെ ഒരു പെണ്ണിന് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഉമർ തങ്ങളുടേത്. പക്ഷേ പടച്ചവനെ പിന്നീട് പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളായി മാറിയല്ലോ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായല്ലോ, കറാമത്തിന്റെ ഉടമകളായല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായല്ലോ. ആ ഉമർ നടക്കുന്ന വഴികളിലാ റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ ഉമർ നടക്കുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിൽ ഇബ്ലീസ് പോലും പ്രവേശിക്കില്ല. ഉമർ നടക്കുന്ന വഴിയില് ഒരിക്കലും ഇബ്ലീസ് പോലും പ്രവേശിക്കില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്തേ ഇതിന്റെ കാരണം? എന്തേ ഇതിന്റെ കാരണം? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ്. മനസ്സിലായോ? ഹൃദയത്തിലേക്ക് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങ് ആയത്തിൽ കയറി, ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ കയറിയപ്പോൾ അള്ളാഹിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടുന്ന് മനസ്സിലായി. അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനും ഓർമ്മയെടുത്താനും തുടങ്ങി. പടച്ചവനെ, ഒരു നിമിഷം കൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ വഴിയോരങ്ങളിലേക്ക് കടന്നു വന്നത് അല്ലേ? അല്ലാഹു തആല അവരോട് കൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കട്ടെ. അല്ലാഹു തആല അവരോട് കൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മോനെ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും ഒരുപാട് ദോഷങ്ങളും തിന്മകളുടെ വഴികളിലൂടെ, തിന്മയുടെ കൂപാരങ്ങൾക്ക് മുമ്പിലൂടെ നീ കടന്നു പോയവനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നാളെ മഹ്ശറ വരും, അവിടെ ഹിസാബുണ്ട്, സിറാത്ത് വരും. ഇവിടൊക്കെ നിനക്ക് വിജയിക്കണമെങ്കിൽ, നിന്റെ ഖബർ വിജയിക്കണമെങ്കിൽ, അള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്റെ മുഖം പ്രകാശിച്ച് ധൈര്യത്തോടു കൂടെ നിനക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, പരലോകത്ത് നിന്റെ നന്മ തിന്മകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് നിന്നെ ഹിസാബ് നടത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ മുമ്പ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിന്നെ വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ച് നീ നിന്നെ തന്നെ വിചാരണ ചെയ്യുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്താൻ. മനസ്സിലായോ? നമ്മളിങ്ങനെ ജീവിക്കല്ലേ, എങ്ങട്ടാ പോണേ? ഈ ദുനിയാവ് അങ്ങനെ പോകുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കതൊന്നൊരു വിഷയല്ല. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ലോകം അവസാനിക്കും, മരണം വരും. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ നമുക്കതൊന്നൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ കടന്നു പോകാൻ നമ്മൾ അല്ലേ? ഇന്ന് കടന്നു പോകും, നാളെയും വരും, മറ്റന്നാളും വരും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞു പോയ ദിനങ്ങളൊക്കെ നമ്മിൽ നിന്ന് പോയി. ആ ദിവസങ്ങൾ ഒരിക്കലും നമുക്കിനി തിരിച്ചു ലഭിക്കില്ല. വരാനിരിക്കുന്ന ഒരുപാട് സമയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മിലേക്ക് വരുമോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ആയുസ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നുകൾ നമ്മിൽ ഉള്ള ഈ ആയുസ്സിലെ ഇന്നുകൾ നമുക്ക് സ്വന്തമാണ്. ഇന്നുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ തെറ്റുകളെ തിരുത്തി വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും വളരെ മനോഹരമാക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. ഇതാകണം നമ്മുടെ ജീവിതം, ഇതാകണം നമ്മുടെ ജീവിതം. അപ്പോഴാണ് നമ്മൾ വിജയിച്ചവനാകുന്നത്. നമ്മൾ നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കണം.
എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരം, എൻ്റെ മക്കൾ, ഞാൻ ചിലവ് കൊടുക്കേണ്ടവർ ഒരിക്കലും പടച്ചവനെ നിനക്ക് എതിരായിട്ട് ഒന്നും പ്രവർത്തിക്കില്ല, ചെയ്യില്ല എന്നുള്ള ചിന്തയിലേക്ക് ആകാൻ, അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊന്ന് ചോദിക്കാം എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറാണ് സാധാരണ നമ്മൾ ക്ലാസ് ഉണ്ടാകൽ. ഇൻഷാ അല്ലാഹ് സമയം അടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊന്ന് ചോദിക്കാം, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എല്ലാവരും രാവിലെ എണീറ്റ് പണിക്ക് പോകാറുണ്ട് അല്ലേ? പണിക്ക് പോകാറുണ്ട്, വീട്ടിൽ നിന്ന് പണിക്ക് പോകാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പറയുമല്ല, ഉസ്താദേ പടച്ചവനെ ഞങ്ങള് പടച്ചവനെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അതാ ജോലി എടുക്കുന്നത് എന്തിനാ ചോദിച്ചാ നമ്മളൊക്കെ പറയുന്നത്, പടച്ചവനെ എൻ്റെ മക്കൾക്ക് ചെലവ് കൊടുക്കണം, എൻ്റെ ഉമ്മാക്ക് ചെലവ് കൊടുക്കണം, എൻ്റെ ഭാര്യക്ക് ചെലവ് കൊടുക്കണം. ഇങ്ങനെയാ നമ്മളെല്ലാവരും പറയുന്നത്. എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് തരുന്ന വഴി ഞാൻ പറഞ്ഞു തരാ. മോനെ, നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമെല്ലാം പടച്ച തമ്പുരാനാണോ? പടച്ച തമ്പുരാന് വേണ്ടിയാണോ? എന്നാൽ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനൊന്ന് എടുത്തു നോക്ക്. മോനെ, ഞാൻ നിങ്ങൾക്ക് ചെലവ് തരാ, നിനക്കുള്ള റിസ്ക് ഞാൻ തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? പഠിച്ചവനെ, പട്ടിണിയാ ഉസ്താദ്, പട്ടിണിയാണ് ഉസ്താദേ, അല്ലെങ്കിൽ കയ്യിൽ പണമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് വിഷമം അനുഭവിക്കുന്ന വാപ്പാ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? അതാ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിന്റെ സ്വന്തക്കാരെയും കൂട്ടിയിട്ട് നീ നിസ്കാരത്തിലേക്ക് കടന്നു വരൂ, നീ നിസ്കാരങ്ങൾ നിലനിർത്ത്. നിന്നോട് ഒറ്റക്കല്ല നിസ്കരിക്കാൻ പറയുന്നത്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നിസ്കരിക്കാൻ പറയുന്നത്. നിനക്ക് ആരൊക്കെയാ കൂട്ടേണ്ടത്? നിന്റെ വീട്ടിൽ നിന്റെ മക്കളുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, നീ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ കൂട്ടിക്കോ. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ അഹ്ലുകാരോട് നിസ്കരിക്കാൻ പറ, നീയും നിസ്കരിക്ക. അങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ അങ്ങ് നിസ്കാരങ്ങൾ നിലനിർത്തിയാ പടച്ചവനെ അല്ലാഹു തആല പറയുകയാ, നഹ്നു നർസുഖക, ഞാൻ നിന്നോട് ഞാൻ ഒരിക്കലും അവിടുന്ന് ഭക്ഷണം ചോദിക്കുന്നില്ല, നിന്നോട് ഒരിക്കലും ഞാൻ ഉപജീവന മാർഗം ചോദിക്കുന്നില്ല. ലാ നസ്അലുക റിസ്ഖാ, നിന്നോട് ഞാൻ ഒരിക്കലും അവിടുന്ന് ചോദിക്കുന്നില്ല, നിനക്കുള്ളത് ഞാൻ നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ്, നിനക്കുള്ളത് ഞാൻ തരും. സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹയിൽ ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നിന്റെ അഹ്ലുകാരെ എല്ലാവരെയും കൂട്ടി നിസ്കാരത്തിലേക്ക് നീ പുറപ്പെട്, നിനക്കുള്ള റിസ്ഖ് ഞാൻ തരും, നിനക്കുള്ള റിസ്ക് ഞാൻ തരും. നമ്മൾ പറയില്ലേ, ഉസ്താദേ സുബൈക്ക് പള്ളിയിലുണ്ട്, സുബൈക്ക് പള്ളിക്കലുണ്ട്, 5 വക്തിനും പള്ളിയിലുണ്ട്, നിസ്കാരം വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് വിഷമങ്ങളാ, പട്ടിണിയാ പറയുന്ന വാപ്പമാര്, സുബഹി നമസ്കാരത്തിന് നിങ്ങൾ എണീക്കുമ്പോ ചെയ്യേണ്ട എന്തറിയോ? വീടിന്റെ ഉള്ളറയിലേക്കൊന്ന് നോക്കുക. എന്റെ മോന് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലാ വന്ന് കയറിയത്, നീ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 1 മണിക്കോ 2 മണിക്കോ കയറി വന്നത് വീട്ടിലേക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ആ പൊന്നുമോൻ ആ സമയത്ത് എണീറ്റിട്ട് നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായോ? മോനെ, അവൻ നിസ്കരിക്കുന്നുണ്ടോ നോക്കണം.
നിന്റെ മകള് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ പോലും തന്റെ കാമുകനോട് നീ വാങ്ങിക്കൊടുത്ത മൊബൈൽ ചാറ്റ് ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് സല്ലപിച്ചുകൊണ്ട് കിടക്കായിരുന്നു. ഉറങ്ങുന്നത് 2 മണിക്കും 3 മണിക്കുവാ. എന്നാ സുബഹിന്റെ സമയത്ത് 4 മണിക്ക് 5 മണിക്ക് ബാങ്ക് വിളിച്ചാൽ നിന്റെ മക്കൾ എണീറ്റിട്ടുണ്ടോ എന്ന് നീ നോക്കണം. അതാ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്, നിനക്ക് റിസ്ക് ഞാൻ തരും, നീ ചെയ്യേണ്ടത് വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ മക്കളെ, നിന്റെ ബന്ധപ്പെട്ട നിന്റെ വീട്ടിലുള്ളവരെ, നിന്റെ അഹ്ലക്കാരെ കൂട്ടിയിട്ട് 5 വഖത്ത് നിസ്കാരം നീ നിലനിർത്ത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്തുകൊണ്ടാ നമുക്ക് ദാരിദ്ര്യം തീരാത്തതെന്ന്, വിഷമങ്ങൾ മാറത്തെന്ന് മനസ്സിലായോ? നമ്മുടെ വീട്ടിനകത്ത് കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് നിസ്കാര സമയത്ത്.